കട്ട് പാറ്റേൺസ് നമുക്ക് ഒരു 4-5 മേ ബി വരുന്നുള്ളൂ. ആ കഴിഞ്ഞ ദിവസം നോക്കിയതൊക്കെ ഏകദേശം ഓർമ്മയുണ്ട്. കൃത്യമായ പേരുകൾ ഓർമ്മയില്ലെങ്കിലും ഇതിന്റെ PPT അയച്ചിട്ടില്ല ബ്രോ. ഇതിന്റെ PPT ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനത്തിലാണിത്. അപ്പോൾ അത് അവിടെ നിന്ന് PPT എംബ്ലൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് അയച്ചിട്ടത്. PPT ആവശ്യമില്ല, വെറുതെ ആ സ്ക്രീൻഷോട്ട് കിട്ടിയാലും മതി. നമുക്ക് ഐഡിയ കിട്ടൂല. ഓക്കെ, PPT നിങ്ങൾക്ക് എപ്പോഴും റെഫറൻസ് എടുത്ത് ഒരു ഭംഗിയിൽ കിട്ടും. അതുകൊണ്ട് PPT ആക്കി പറഞ്ഞു. നമ്മൾ ഇതൊന്നും എടുത്തിട്ടില്ല, ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എടുത്തിട്ടില്ലല്ലോ. ഞാനിപ്പോ കാണുന്നില്ല, ട്രേഡിംഗ് വ്യൂ ആണ്. ഓക്കെ, അതാണോ ഷെയറിംഗ്? കാണുന്നില്ലേ? ഇവിടെ ആവുന്നുള്ളൂ. ഈ ഫോളിംഗ് വെഡ്ജ് എടുത്തു അല്ലേ? ഫോളിംഗ് വെഡ്ജ് എടുത്തിട്ടുണ്ട്. എടുത്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ മുതൽ എടുക്കാനുള്ളത് ഹെഡ് ആൻഡ് ഷോൾഡർ മുതൽ. ഓക്കെ, ക്രിപ്റ്റോയിൽ 2 വട്ടം ഈ പാറ്റേണിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോയിൽ BTCയിൽ ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ഒരു 3 months മുന്നേ, 3 months അതിന് മുന്നായിട്ട് ഇതിൽ BTCയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 6 മാസം മുന്നൊക്കെ നല്ല അപ്സൈഡിന്ന് ഇതിൻ്റെ തന്നെ 2 പാറ്റേൺസ് ഉണ്ട്. ഒന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്, പിന്നെ ഒന്ന് റിവേഴ്സൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്. ഇത് 2 ബിറ്റ്കോയിനിൽ ക്രിപ്റ്റോയിൽ ഇത് കാണാൻ പറ്റാറുണ്ട്. ഇത് ട്രേഡ് ചെയ്തിട്ടുള്ളതാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ കുഴപ്പമില്ല, നല്ലത്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ തന്നെ. ഇതിന് ഇത്രയേ ഉള്ളൂ, ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യുക, ഒരു മാർക്കറ്റിൻ്റെ അപ്പ് സൈഡിലായിരിക്കും ഫോം ചെയ്യുക. ഒരു അപ്പ് ട്രെൻഡിൻ്റെ എൻഡിലേക്കായിരിക്കും മേ ബി ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യുന്നത്. അത് കറക്റ്റ് മേ ബി ഇങ്ങനെ വരണമെന്നില്ല, ഈ ഒരു ഭംഗിയിൽ വരണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ അപ്സൈഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താ? ഹയർ ഹൈസും ഹയർ ലോസും. അപ്പോൾ ഇത് കണ്ടോ, ഇത് അപ്സൈഡ് മൂവ് ചെയ്യുന്ന മാർക്കറ്റ്. അങ്ങനെ ആദ്യമായിട്ട് ഇത് ഹൈ മൂവ് ചെയ്തല്ലേ, അഗൈൻ താഴത്തോട്ട് വന്നു. അപ്പോൾ ഈ ലോ ഒരിക്കലും ഈ പഴയ ലോഡ് അങ്ങോട്ട് എത്തിയിട്ടില്ല. വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും അപ്സൈഡ് മൂവ് ചെയ്തു, വീണ്ടും താഴത്തോട്ട് വന്നപ്പോൾ ഈ ലോക്ക്, ഈ പഴയ സിംഗിൾ ലോക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. കാരണം എന്താ, അവിടെ മാർക്കറ്റ് ഓരോ ഡിപ്പ് ഇറങ്ങുമ്പോഴും അവിടെ ബൈയിങ് പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് മേ ബി അപ്സൈഡ് കയറി പോകുന്നു അല്ലേ. വീണ്ടും ഇവിടുന്ന് അപ്സൈഡ് പോയി ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇത്രയും താഴത്തോട്ട് വന്നിട്ട് തിരിച്ച് കയറി പോകുന്നു അല്ലേ. പക്ഷെ ആദ്യമായിട്ട് മാർക്കറ്റ് പ്രീവിയസ് സിംഗിളോടെ താഴത്തേക്ക് വന്നു അല്ലേ. ഇതേ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ബയ്യേഴ്സിന്റെ ഇൻവോൾവ്മെന്റ്, ബയ്യേഴ്സ് വോളിയം കുറഞ്ഞു മനസ്സിലാക്കാം അല്ലേ. ആദ്യമായിട്ട് പഴയ സിംഗിളോടാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, ഇങ്ങനത്തെ ഒരു സെനേറിയോ മാർക്കറ്റിൽ സംഭവിച്ചാൽ മനസ്സിലാക്കാം മേ ബി ട്രെൻഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡൗൺ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഷുവർ അല്ല. എന്നിട്ട് ഇതാ നമ്മൾ ഈ സപ്പോർട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ സപ്പോർട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഷോൾഡർ, ഒരു ഹെഡ്, റൈറ്റ് സൈഡ് ഷോൾഡർ ഇങ്ങനെ ഫോം ആയിട്ട് ഈ താഴത്തെ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ നമുക്ക് ട്രേഡ്സ് ആക്കാം. ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡ് ആക്കാം, ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ട്രേഡ്സ് ആക്കാം. അതിൽ ഒന്നല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ഔട്ടിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ്. എപ്പോഴും ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് നോക്കുകയാണ് നല്ലത്. റീടെസ്റ്റ് ട്രേഡ്സ് നോക്കാം. അതിൽ TP അതിന് ടാർഗറ്റ് പറയുമ്പോൾ ഈ ഹെഡും ഈ സപ്പോർട്ടും നമ്മൾ ലെങ്ത് ആണ് ഇവിടെ TP വയ്ക്കുക. നമ്മൾ ഈ ഹെഡും സപ്പോർട്ടും നമ്മൾ ലെങ്ത് അളക്കും, മെഷർ ചെയ്യും, അതാണ് TP വയ്ക്കുക. SL പറയുമ്പോൾ ഈ റൈറ്റ് സൈഡ് ഷോൾഡറിന് മുകളിലാണ് SL വയ്ക്കുക. അപ്പോൾ ഇത് ആക്ച്വലി സിംഗ് ട്രേഡ് പറ്റുന്നത് വെച്ചാൽ, കാരണം ഇത് SL കുറച്ച് വലുതായിരിക്കും. ഇതിൻ്റെ മുകളിലാണ് SL വയ്ക്കുക ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസിൽ. ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോൺസെപ്റ്റിലേക്ക്, ഈ രീതിക്കായിരിക്കും മേ ബി ചാർട്ടിൽ പാറ്റേൺസ് കാണപ്പെടുന്നത് ഈ ലെങ്ത്തിലൊക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ നേരെ റിവേഴ്സൽ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗൺവേർഡ് സ്ട്രക്ചർ എന്താണ്? ലോവർ ലോസും ലോവർ ഹൈസും അല്ലേ. ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും താഴത്തേക്ക് വിടുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അഗൈൻ അപ് സൈഡ് മൂവ് ചെയ്തു അല്ലേ. വീണ്ടും ഡൗൺവേർഡ് സ്ട്രക്ചർ വന്നു, വീണ്ടും ഹൈ ക്രിയേറ്റ്, അപ് സൈഡ് പോയല്ലേ. ഈ ഹൈ ഇത് ഇങ്ങോട്ടും വന്നിട്ടില്ല, ഈ ഹൈ ഇങ്ങോട്ടും വന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് താഴത്തോട്ട് പോയി ഇവിടേക്ക് വരാൻ പാടില്ല, ഇവിടെ നിന്ന് താഴത്തേക്ക് പോകണം പ്രതീക്ഷിക്കുന്നത് അല്ലേ. ആ മാർക്കറ്റ് പക്ഷേ പഴയ ഹൈയുടെ അതേ ലെവലിലേക്ക് എത്തി. പഴയ ഒരു മൾട്ടിപ്പിൾ ഒരേ ലെവൽ തന്നെ, ഒരേ പ്രതലത്തിൽ തന്നെ, അല്ലെങ്കിൽ ഒരേ പ്രൈസ് ലെവൽ തന്നെ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ? യെസ്. അപ്പൊ അടുത്തത് കണ്ടോ, മേ ബി അവിടെ മുതൽ മേ ബി ട്രെൻഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. മേ ബി അവിടെ ചിലപ്പോൾ ഇങ്ങനെ പോയേക്കാം. പക്ഷെ നമ്മൾ ട്രേഡ്സ് നോക്കുക,
ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം ട്രേഡ്സ് നോക്കുള്ളൂ. ഇപ്പോൾ കറക്റ്റ് പ്ലാൻ നോക്കും. അത് ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റും കേട്ടോ. സ്വിംഗ് ട്രേഡും പറ്റും, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല സ്വിംഗ് ട്രേഡും പറ്റും ഇതിൽ. ആ ഒരു മുകളിലൊരു മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് വന്നു, താഴെ ഒരു ലെഫ്റ്റ് സൈഡ് ഷോൾഡർ, വലിയൊരു ഹെഡ്, എഗൈൻ ദാ ഷോൾഡർ ഉണ്ടോ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാൽ നമുക്ക് അപ്പ് സൈഡ് ട്രേഡ്സ് നോക്കാം. അപ്പോൾ എല്ലാ ട്രേഡും പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ട്സിന് പകരം ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് നോക്കി ഏറ്റവും ബെറ്റർ. ഓക്കെ, ചിലപ്പോൾ ഇതിൽ വേറെ കോൺഫിഡൻസ് വരും. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരും. മേ ബി ഈ സപ്പോർട്ട് താഴ്ത്തി കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും നല്ല കോൺസെപ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ വീക്ക് ആയിരുന്ന വയേഴ്സ് സ്ട്രോങ് ആയി തുടങ്ങി, വീണ്ടും ആധിപത്യം ഉറപ്പിച്ചു, പിന്നീട് വളരെ സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സിനേക്കാളും കൂടുതൽ കയറി, പിന്നെ റീടെസ്റ്റ് ചെയ്താൽ അതാണ് കറക്റ്റ് എൻട്രി പോയിന്റ് വരുന്നത്. അതാണ് ഈ എൻട്രി പോയിന്റ് വരെ ഭയങ്കര പേഷ്യൻസ്. നമുക്ക് അതാണ് പേഷ്യൻസിന് ട്രേഡിൽ പേഷ്യൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം റിസ്ക് മാനേജ്മെന്റ് പേഷ്യൻസ്. കാരണം ഒരു ബൈയിങ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചാൽ അതിലോട്ട് വന്നാൽ മാത്രം എൻട്രി എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിന് മുന്നേ നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് കാണിച്ചേക്കാം, തിരിഞ്ഞ് നോക്കരുതതിന്. അത് നമ്മൾ ട്രാപ്പ് ചെയ്യണതാ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടി പി എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ഈ ലെവലാണ്. ഈ റെസിസ്റ്റൻസും ഈ സപ്പോർട്ട് ഈ ഹെഡിന്റെ ലെങ്ത് ആണ് മുകളിൽ ടി പി പ്ലേസ് ചെയ്യുക. എസ് എൽ പറയുമ്പോൾ ഈ റൈറ്റ് സൈഡ് ഷോൾഡറിന് താഴെ ബിലോ താഴെ ഷോൾഡറിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ആക്കണം. യെസ്, ഇത് ക്ലിയർ അല്ലേ? ഈ ലെങ്ത്തിൽ കയറി മേ ബി ചാർട്ട് കാണപ്പെടുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ അതിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഫോറക്സിലും അല്ല, ഇതിന് 1:2 അതിന് കൂടുതലുണ്ട്. 1:3 1:4 വയ്ക്കാനുണ്ട്. പക്ഷെ എപ്പോഴും 1:1 കഴിഞ്ഞാൽ പിന്നെ റൈഡ് ചെയ്യാൻ നല്ലത്, സ്റ്റോപ്പ് ലോസ് റൈഡ് ചെയ്യാൻ നല്ലത്. ഇത് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺസ്, നല്ല രീതിയിൽ മിന്നിങ് റേറ്റിലെ പാറ്റേൺസ് ഇതൊക്കെ ഉണ്ടോ. ഇത് നമ്മൾ ബെയറിഷ് പാനന്റ് പഠിച്ചിട്ടുണ്ട്, ബെയറിഷ് പാനന്റ് അല്ലേ? ഇതിൽ നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ പാറ്റേൺസിൽ എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് മാത്രമേ എൻട്രി ഉള്ളൂ. കാരണം ബ്രേക്ക് ഔട്ട് തൊട്ട് മുന്നേ വേണമെങ്കിൽ ഇതിൻ്റെ പാറ്റേൺസിൻ്റെ ബിഹേവിയർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പാറ്റേൺസിന് മുന്നേ എടുത്തിട്ടുണ്ട് നമ്മൾ. ജസ്റ്റ് ഓർമ്മ അറിയില്ല, ബെയറിഷ് പാനന്റ് എന്ന് പറയും അല്ലേ? അപ്പോൾ അതിൽ പറഞ്ഞ ജസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൽ പറയുന്ന ഇത്രേ ഉള്ളൂ. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ഡൗൺ സൈഡ് വീഴുന്നു അല്ലേ? ഡൗൺ ട്രെൻഡ് വീഴുന്നു കണ്ടോ, താഴെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഫോം ചെയ്യുന്നു, മുകളിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ? ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് ഒരു പിക്ചർ ഫോം ചെയ്തതിന് ശേഷം എഗെയിൻ താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ ഇത് ബെയറിഷ് പെനന്റ് ആയി. അല്ല, അപ് സൈഡ് ബ്രേക്ക് ചെയ്യാൻ സിമെട്രിക്കൽ ട്രയാങ്കിൾ ആയി. ഇത് നല്ല കോൺഫിഡൻസ് ആണ്. ഇത് ഗോൾഡിലും അതുപോലെ എത്തേരിയത്തിലും ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗോൾഡിൽ റീസെൻ്റ്ലി ഒരു 1 month മുന്നൊക്കെയാണ്, എത്തേരിയത്തിൽ കുറച്ചധികം മുന്നെയാണ്. അപ്പോൾ ഈ പാറ്റേൺസിൽ ഇതിനൊന്നും കൂടി ബ്യൂട്ടി ആക്കണം തന്നെ അറിയോ. മാർക്കറ്റിൽ റൗണ്ട് നമ്പേഴ്സ് സപ്പോർട്ടിൽ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാറുണ്ട്. റൗണ്ട് നമ്പേഴ്സ് ഇപ്പോൾ ഗോൾഡിന് ചാർട്ട് നോക്കിയോ, 5,000 അതുപോലെ തന്നെ 4,000 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഗോൾഡ് ഇപ്പോൾ അടുത്ത് ഒരു $1,000 മൂവ്മെൻറ്റ് താഴ്ത്തി വന്നിട്ടുണ്ട്. അത് കയറിയത് കറക്റ്റ് 4,000 അപ്പോൾ ഈ പാറ്റേൺ കണ്ടോ, ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺസിൻ്റെ മിഡ് റേഞ്ച് ഇതാ. ഈ മിഡ് റേഞ്ച് ചില സമയത്ത് അങ്ങനത്തെ റൗണ്ട് നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റൗണ്ട് നമ്പർ എല്ലാം കിട്ടി ഈ പാറ്റേൺസ് വീണ്ടും അപ് സൈഡ് ബ്രേക്ക് ആയാൽ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് നമുക്ക് ട്രേഡ്സ് നോക്കാം. അപ് സൈഡ് ട്രേഡ്സ് നോക്കാം. ഞാൻ ഈ പാറ്റേൺസ് കിട്ടുമ്പോഴേ ഈ റൗണ്ട് നമ്പർ അടക്കമുള്ള പാറ്റേൺസ് വന്നാൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്തിട്ട് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, പക്ഷെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ അപ് സൈഡ് മാത്രമേ ട്രേഡ്സ് നോക്കുള്ളൂ. അതാണ് ആഫ്റ്റർ ബ്രേക്ക് ഔട്ട് മാത്രം നമുക്ക് എൻട്രി ഉള്ളൂ. ഓക്കെ, ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എൻട്രി നോക്കാം. ഇതേ ഒരു ലെങ്ത് നമുക്ക് ഇവിടെ അപ് സൈഡ് എൻട്രി പ്ലാൻ TP പ്ലാൻ ചെയ്യാം. SL പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ SL വയ്ക്കാം, ഒന്നല്ലെങ്കിൽ ഈ എൻ്റെ ഒരു പാറ്റേൺ താഴെ SL വയ്ക്കാം. ഓക്കെ, അതിന്റെ സെൻട്രലിന്റെ ഒരു ഹോൾഡ് നമ്പറും കിട്ടി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. മേ ബി അത് വേറെ നിർബന്ധമല്ല, പക്ഷെ അത് വന്ന് ബെറ്റർ ആണത്. ഓക്കെ, നമ്മൾ ഒരു മദ്രാസ് ട്രേഡർ അതുപോലെ തന്നെ PR സുന്ദർ ഒക്കെ അല്ലേ, നമുക്ക് ഈ PR ഒരു ആരോ ഡോറിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ സിമെട്രിക്കൽ കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇതൊക്കെ റിയൽ മാർക്കറ്റ് ചാർട്ട് വരുന്നത് കണ്ടോ. ഈ ലെങ്ത് ആണ് ഇവിടെ നമ്മൾ TP പ്ലേസ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടി ക്യാൻഡിൽ SL വയ്ക്കാം, അല്ലെങ്കിൽ തൊട്ട് ഈ എൻ്റെ ഒരു പാറ്റേൺ താഴെ SL വയ്ക്കാം. ഏറ്റവും ബെസ്റ്റ് ആ പാറ്റേൺ താഴെ SL വയ്ക്കാൻ നല്ലത്.
പാറ്റേണിന്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിന്റെ താഴെ അതോ എന്റെ അല്ല, ഇതിന് താഴെ. ഓക്കെ. നെക്സ്റ്റ് അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺസ്. ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റോക്സിൽ ഫോറിൻ സ്റ്റോക്കിലേക്ക് എങ്ങനെ അറിയത്തില്ല, മേ ബി അതിലും വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതല. ഈ സിമെട്രിക് ട്രയാങ്കിളൊക്കെ അതിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതല. അത് നോക്കിയിട്ടില്ല ഞാൻ. മേ ബി സിൽബ്രോണിൽ കോൺടാക്ട് ചെയ്യാൻ വരച്ചാൽ ഈ ഫോറിൻ സ്റ്റോക്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്സ് ഏതൊക്കെ തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേറെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മേ ബി ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ ചാൻസ് ആയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല സ്റ്റോക്സിൽ. ഓൾമോസ്റ്റ് ഇതിലെ ഗോൾഡിൽ കൊള്ളാം, അതുപോലെ പേയേഴ്സ് മേജർ പേയേഴ്സിൽ കൊള്ളാം, ക്രിപ്റ്റോയിലൊക്കെ ഉള്ളത്. അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയും. ഇത് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് കയറി വരുന്നു അല്ലേ, അപ്സൈഡ് കയറി വരുന്നു. മുകൾ സൈഡിൽ ടോപ്പിൽ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു, ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു. ഓക്കെ, താഴ്ത്തി പലപ്പോഴായിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസും താഴ്ത്തി വിടും. ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് സെല്ലേഴ്സ് വിടുന്ന് അപ്സൈഡ് മേ ബി കടത്തി വിടുന്നില്ല. മേ ബി അവിടെ എത്തും മാർക്കറ്റ് സെല്ലേഴ്സ് വീണ്ടും ആക്ട് ചെയ്യാണ്. പക്ഷേ ഓരോ വട്ടം താഴ്ത്തി വീഴുമ്പോഴും പഴയ സപ്പോർട്ടിലേക്ക് മേ ബി എത്തുന്നില്ല. കണ്ടോ, ഇതിന് മുകളിലാണ് ഈ പ്രൈസ് വരുന്നത് അല്ലേ, ഇതിന് മുകളിലാണ് ഈ പ്രൈസ് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ മാർക്കറ്റ് അവിടെ ഒരു സെല്ലിന്റെ ബിഹേവിയർ കാണിക്കണമെങ്കിൽ പോലും താഴെ അതിൽ കൂടുതൽ ഒരു ബയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ താഴത്തെ ബയേഴ്സ് വീണ്ടും അഗ്രസീവായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ്റേൺസ് കാണപ്പെടുന്നത് എവിടെ വെച്ചാൽ നല്ല ഡീപ്പ് ഡൗൺഫോളിന് ശേഷം മാർക്കറ്റ് തിരിച്ചു കയറില്ലേ, അപ്പോഴായിരിക്കും കാണപ്പെടുന്നത്. അല്ലാത്ത പക്ഷം മാർക്കറ്റ് കണ്ടോ ഒരു അപ്സൈഡ് റാലി കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും മേ ബി ഇത് കാണപ്പെടുന്നുണ്ടാവുക. ഇങ്ങനത്തെ രണ്ട് കേസിലാണ് ഇത് കാണപ്പെടാറുള്ളത്. ഒരു ഡൗൺഫോളിൽ ഇങ്ങനെ വന്നാലും ഒരിക്കലും എടുക്കരുത്. നോക്കിട്ടോ, ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ടി പി വരുമ്പോൾ ഈ ലെങ്ത് ടി പി വയ്ക്കാം, ഈ ലെങ്ത് ടി പി വയ്ക്കാം. ഇതിൽ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ വന്ന അവസാനത്തെ സപ്പോർട്ടാണ് എസ് എൽ വയ്ക്കതിൽ. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വന്ന അവസാനത്തെ സപ്പോർട്ടാണ് എസ് എൽ വയ്ക്കതിൽ. ഓക്കെ, അസെൻഡിങ് ട്രയാങ്കിൾ. ഇവിടെ മുകളിൽ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. 1 2 3 ഇതിലും 7 വരുന്നുണ്ട്. പക്ഷേ റിയൽ മാർക്കറ്റ് ചാർട്ട് വന്നപ്പോൾ മൂന്നാമത്തിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എത്രത്തോളം വരുന്നു അത്രത്തോളം ആ പിക്ചർ ഒന്നും കൂടി ഒരു അഷുറൻസ് തരാണ് നമുക്ക്. ആ ലെവൽ സ്ട്രോങ് ആണ്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ മേ ബി അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ അത് എവിടെ സ്റ്റുഡൻസിന് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റാണ്. അതിൽ ഈ ഇതിന് പേരൻസ് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് JSW സ്റ്റീൽ സ്റ്റോക്ക് അറിയോ? JSW സ്റ്റീൽ JSW സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് ജിന്ദാൽ സ്റ്റീൽ നമുക്ക് റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടായിരുന്നു, അതിൽ ട്രേഡ്സ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴത്താണ് ഈ പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺസിന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യൻ മാർക്കറ്റിന് കൊള്ളാം, ഫോറിൻ മാർക്കറ്റിൽ ഞാൻ അത്ര കണ്ടിട്ടില്ല. മേ ബി ഹയർ ടൈം ഫ്രെയിം കൊള്ളാം, ചെറിയ ടൈം ഫ്രെയിംസ് ചീറ്റിങ് നടക്കാൻ ചാൻസ് കൂടുതല. അത് എല്ലാ മാർക്കറ്റും അങ്ങനെ തന്നെ. ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ സംഭവിക്കുക. അതുകൊണ്ടാണല്ലോ ട്രേഡിങ് വിന്നിംഗ് റേറ്റ് കുറവും, സിംഗ് ട്രേഡ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് വിന്നിംഗ് റേറ്റ് കൂടുതലും. ഓക്കെ, നെക്സ്റ്റ് ഡിസെൻഡിങ് ട്രയാങ്കിൾ. നേരെ തിരിച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഒരു സപ്പോർട്ടിൽ എൻഗൾഫിംഗ് വന്ന ബൈ എടുക്കാന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇനി മാറും. നമ്മൾ ചാർട്ടിന് ഒരു മാർക്കറ്റ് ട്രെൻഡ് നോക്കി ട്രേഡ് എടുക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഈ സപ്പോർട്ടിൽ ഈ മൂന്നാമത്തെ കണ്ടോ ഈ പോയിന്റിൽ ഒരു എൻഗൾഫിംഗ് വന്നുവരിക്കും നമ്മൾ ട്രേഡ്സ് എടുക്കില്ല. കാരണം എന്താ, ഇവിടുത്തെ ഓരോ ബൗൺസ് ബാക്കും ഫെയിലിയറാണ്. കണ്ടോ, ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും കയറി അല്ലേ, ഇത്രയും കയറി തിരിച്ച് ഇവിടുന്ന് ഈ സപ്പോർട്ടിന് വീണ്ടും കയറി. ഈ സപ്പോർട്ടിന് കയറിയിട്ട് ഈ സപ്പോർട്ട് ഓക്കെ വർക്കിംഗ് ആണെങ്കിൽ, സപ്പോർട്ട് ഓക്കെ ആണെങ്കിൽ ഈ ഹൈന് മുകളിൽ പോകണം, ഇതിന് മുകളിൽ മാർക്കറ്റ് പോകണം. അല്ലാത്ത പക്ഷം അപ്പോൾ ബയേഴ്സ് അങ്ങനെ. അല്ലാത്ത ഇതിന് താഴെ ഈ റെസിസ്റ്റൻസ് നിൽക്കുന്നതെങ്കിൽ അവിടെ സെല്ലേഴ്സ് ആണ് സ്ട്രോങ്, അല്ലെങ്കിൽ ഒരു ബൈയിലോട്ട് ഇപ്പോഴും മാർക്കറ്റ് ഷിഫ്റ്റ് ആയിട്ടില്ല എന്നർത്ഥം. കണ്ടോ, ഓരോ ബെയറിഷ് ആണ്. മെയിൻ ട്രെൻഡ് ഇത് ബെയറിഷ് അല്ലേ വരുന്നത്. ഓക്കെ, കണ്ടോ. അപ്പൊ ഇതിൽ മാർക്കറ്റ് താഴെ ഒരു ഫ്ലാറ്റ് സപ്പോർട്ട് ഫോം ചെയ്യുന്നു, താഴെ അപ്സൈഡിൽ താഴത്തോട്ട് ഇറങ്ങി വരുന്ന റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു. ഒരിക്കലും എടുക്കില്ല. നല്ല ഇത്തരാണത്. ഇതിലും ട്രെൻഡിന് അഗേൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രൂപ്പിൽ ബിറ്റ് കോയിൻ ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മേജർ ടൈം ഫ്രെയിമിൽ ഇതൊരു അപ് ട്രെൻഡ് ആണ്. ഇത് ചെറിയ ട്രേഡ്സ് ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അവർ അപ്സ് ആൻഡ് ഡൗൺസ് ട്രേഡ്സ് എടുക്കുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമേ സെൽ ട്രേഡ് ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഒരിക്കലും സെൽ ട്രേഡ് ഇല്ല. കാരണം അപ്സൈഡ് പോകുന്ന മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിൽ നല്ലൊരു ബൂമിങ് സംഭവിച്ചേക്കാം. പറഞ്ഞ ഗ്രൂപ്പ് അതാണ്, ആ ഗ്രൂപ്പിൽ മാത്രം ഷെയർ ചെയ്യാൻ കാരണം. പക്ഷെ നമ്മുടെ അപ്സൈഡ് ട്രേഡ് എടുക്കുന്നവർക്ക് അതിൻ്റെ അപ്സൈഡിന് ബൈയിങ് പോയിന്റ് എത്തിയിട്ടില്ല. മേ ബി ആ ബൈയിങ് പോയിന്റിക്ക് വരുന്ന ഡൗൺ സൈഡില്ലേ അത് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. അത് ഈ ഫുൾ ടൈമായി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ICT കോൺസെപ്റ്റ്സ് അണ്ടറിൽ വരുന്നതാണത്. ICT പറയുമ്പോൾ ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന് പറയും.
ഓക്കെ, ഇത് ഡിസെൻഡന്റ് ട്രയാങ്കിൾ മാർക്കറ്റിന് ഒരു നല്ലൊരു ഡീപ്പ് ഫോളിന് ശേഷം മാർക്കറ്റിന് താഴെ ഒരു ഫ്ലാറ്റ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ മുകളിൽ തന്നെ ഇറങ്ങി വരുന്ന ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഒരു സ്റ്റെയർ താഴത്തേക്ക് ഇറങ്ങുന്ന പോലെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഫോം ആവുന്നു. എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ആവുന്നത് അപ്പം നമുക്ക് ട്രേഡ്സ് എടുക്കാം. ഒരു ഡൗൺ സൈഡ് ഷോർട്ട് സെല്ല് നോക്കാം. ഇതിൽ എസ് എൽ പറയുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ വന്ന അവസാനത്തെ റെസിസ്റ്റൻസ് ആണ് എസ് എൽ വെക്കുക. ടി പി പറഞ്ഞ പോലെ തന്നെ ഈ ലെങ്ത് ഇവിടെ ടി പി വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാ ഈ കോൺസെപ്റ്റ്, ഇതും കുഴപ്പമില്ല. അസെൻഡിങ് ഡിസെൻഡിങ് സിമെട്രിക്കൽ ഹെഡ് ആൻഡ് ഷോൾഡർ, റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത പാറ്റേൺസ് ആണ്. ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ ഞാൻ ബിറ്റ് കോയിൻ്റെ ചാർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ചാർട്ട് ഇതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആൾക്കാർ ഇങ്ങനെ ഈ ഓരോ ഇതിൽ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ ബൈനാൻസ് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. വർക്കിംഗ് ആയിട്ടില്ല, എനിക്കൊരു ഇതൊരു ഫാൻസി ഇത് പറയില്ലേ, അതിൻ്റെ അണ്ടറിലേക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ അത്ര ഇതിൽ ട്രേഡ് ഫോക്കസ് ചെയ്യാറില്ല. ഇത്രേ ഉള്ളൂ. ഒരു റെസിസ്റ്റൻസിന് റൗണ്ടിങ് ബോട്ടം പറയും, റൗണ്ടിൽ സപ്പോർട്ട് എടുക്കുക. ദെൻ ടൂൾ തന്നെ നമുക്കുണ്ട് ട്രേഡിംഗ് വ്യൂവിൽ. നമ്മുടെ ടൂൾസിൻ്റെ സെക്ഷനിൽ അതിൽ 5ാമത്തെ ആണോ 7ാമത്തെ ആണോ അറിയില്ല, അതിൽ ആ പെൻസിലിൻ്റെ സെക്ഷനിൽ ആർക്ക് പറഞ്ഞ ടൂൾ ഉണ്ട്. ആർക്ക് ഇത് ഫൈൻഡ് ചെയ്യാനുള്ള ടൂളാണത്. ഈ പാറ്റേൺസ് ഉണ്ട്. ഇത് ക്രിപ്റ്റോയാണ് പിന്നെ വർക്കിംഗ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ബിറ്റ് കോയിനിലുണ്ട്. ബിറ്റ് കോയിനിൽ വീക്ക്ലി വൈസിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് ഈ പാറ്റേൺസ് കിട്ടിയിട്ടുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാറ്റേൺസിന്റെ പേര് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയാം. ചെറിയ ഡ്യൂറേഷൻ അല്ല, ചെറുതിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര ഫോക്കസ് ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് സിങ്ക്ഡ് വീക്ക്ലി വൈസിൽ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, മൊത്തമായിട്ട് നമ്മൾ കോൺസെപ്റ്റുകളായിട്ട് നോക്കുകയാണെങ്കിൽ സാധനം ബുള്ളിഷ് ആണ്. അതെ, ബുള്ളിഷ് ആണ്. അതെ അതെ, അതാണ് എപ്പോഴും ട്രെൻഡ് അനാലിസിസ് ഇല്ലേ, ഹയർ ഹൈസ് ഹയർ, അത് അറിയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ ജസ്റ്റ് പാത്ത് വെച്ച് വരച്ച് നോക്കി മനസ്സിലാവും. അത് അറിയുന്ന ഒരാൾക്ക് ഇത് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അപ്സൈഡാണെന്ന് പറയാൻ പറ്റും നമുക്ക് അതിൽ. ഓക്കെ, മുകളിൽ ഒരു റെസിസ്റ്റൻസ്, ഒരു നല്ല ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ഫോം ആവുന്നു. ആ റെസിസ്റ്റൻസിന്റെ താഴെ ഉണ്ടോ, റെസിസ്റ്റൻസിന്റെ താഴെ ഇതാ ഒരു റൗണ്ടിൽ സപ്പോർട്ട് എടുക്കുന്നു. ഇതിൽ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ, ഇതിൽ ബ്രേക്ക് ആവാതെ വീണ്ടും ഒരു ചെറിയ ഒരു കപ്പ് ഫോം ആവുന്നു. ഇതിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് നമുക്ക് എൻട്രി നോക്കാം. ഈ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് എൻട്രി നോക്കാം. ഇതാണ് എസ് എൽ വെക്കുക, ഇതാണ് എസ് എൽ വെക്കുക. ടി പി, ഈ റെസിസ്റ്റൻസും ഈ സപ്പോർട്ടും നമ്മൾ ലെങ്ത് ആണ്. നമ്മൾ അപ്പ് സൈഡ് ടി പി വെക്കുക ഇതിൽ. യെസ്, ഓക്കെ ആണോ? കപ്പ് ആൻഡ് ഹാൻഡിൽ പറയും. ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത പാറ്റേൺ ഈസിയാണ്. ഞാനത് പറയുമ്പോൾ ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ അധികം എടുക്കാറില്ല, കാരണം ഇത് നമുക്ക് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ബാക്കി പാറ്റേൺസ് പോലെയല്ല. ഇത് റൗണ്ടിങ് ബോട്ടം, ഇതിൽ ഹാൻഡിൽ ഉണ്ടാവില്ല, റൗണ്ടിങ് ബോട്ടം മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഈ പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡിൽ അല്ല, അത് ഈ റെസിസ്റ്റൻസിന് താഴെയാണ് ഹാൻഡിൽ. ഇത് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ആണ്. ഇതിൽ റൗണ്ടിങ് ബോട്ടം മാത്രമേ ഉള്ളൂ, ഹാൻഡിൽ ഉണ്ടാവില്ല. കപ്പ് മാത്രം, ഹാൻഡിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ റൗണ്ടിങ് ബോട്ടം എന്ന് വിളിക്കും. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റിന്റെ ഈ റെസിസ്റ്റൻസും ഈ റൗണ്ടിങ് ബോട്ടത്തിന്റെ ലെങ്ത് ആണ്. അപ്പ് സൈഡ് ടി പി വയ്ക്കുക, നമ്മൾ ടാർഗറ്റ് പോയിന്റ് വയ്ക്കും. കുറച്ച് കാണിച്ച ഇമേജില് കപ്പ് ആൻഡ് ഹാൻഡിൽ നമ്മൾ മൊത്തമായിട്ട് ബുള്ളിഷ് ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാറ്റേണിൽ കാണിക്കാം, ഇതില് ബെയറിഷ് ആയിട്ടല്ലേ കാണിക്കുന്നത്. തുടക്കം മുകളിൽ നിന്ന് വരുമ്പോൾ ബെയറിഷ് ആയിട്ട് കാണിക്കുന്നത്. തിരിച്ചു കയറി പോകുന്നുണ്ടോ? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോ, ഹയർ ഹൈ ലോ ഉണ്ടോ? അതിൽ നമുക്ക് ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ്സ് എടുക്കുക. ആ ബോട്ടത്തിൽ, റൗണ്ടിങ് ബോട്ടത്തിൽ വന്ന തൊട്ട് താഴത്തെ സപ്പോർട്ട് നമുക്ക് എസ് എൽ വയ്ക്കാം. തൊട്ട് ഒന്നും കൂടി താഴെ എസ് എൽ വയ്ക്കാം. പക്ഷെ ഇതിൽ ഞാൻ ട്രേഡ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ നോക്കിയിട്ടുണ്ട് പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ പാറ്റേൺസും എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ റൗണ്ടിങ് ബോട്ട് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റാറില്ല എനിക്ക്. നമ്മൾ ട്രേഡ്സ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് എസ് ബി ബാങ്ക് അറിയില്ല, എസ് ബി ഐ, അതിലൊക്കെ ഓൾമോസ്റ്റ് 2-3 പാറ്റേൺസ് കിട്ടിയിട്ടുണ്ട്. ബുള്ളിഷ് പെൻഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കും നമ്മൾ. ട്രേഡ്സ് ഇന്ന ലെവലിൽ ട്രേഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ 2 പാറ്റേൺസ് കിട്ടിയിട്ടില്ല എനിക്ക്. എൻ്റെ അടുത്ത് പറയും സിലബസ് അത് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. കിട്ടാറില്ല. സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അടിയാൻ പാടില്ലല്ലോ. ബാക്കി എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയാണ് പാറ്റേൺസ് വരുന്നുള്ളൂ. പാറ്റേൺസ് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ടോ നമുക്ക്. ഇത് ഓക്കെയാണ്, വളരെ ഓക്കെ ആയിട്ടാണ് തോന്നി. ഓക്കെ അല്ലേ? ഓവറോൾ നമുക്ക് ആ എക്സാക്ട് പാറ്റേൺ ആയിട്ട് നോക്കിയില്ലെങ്കിലും ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെ, പാറ്റേൺസിൽ ഈ പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺസിന് വിന്നിംഗ് റേറ്റ് പറയാൻ കാരണം അറിയോ? നമ്മളിത് എൻ്റെ ഒരു പാറ്റേൺ ട്രേഡ് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് മേ ബി ഇവിടെ ആയിരിക്കും. ഇത്രയും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഒരു പാറ്റേൺസിന്റെ ആ 20-10% മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതാണ് പ്രൈസ് ആക്ഷൻ പാറ്റേൺസിന് വിന്നിംഗ് റേറ്റ് കൂടുതലല്ല. ഒരു 100% 5-10%, 20% മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ആ ഫുള്ള് നമ്മൾ ട്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ അല്ലല്ലോ. ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രം ട്രേഡ് ചെയ്യുള്ളൂ. അതാണ് പാറ്റേൺസിന്, പ്രൈസ് ആക്ഷൻ പാറ്റേൺസിന് വിന്നിംഗ് റേറ്റ് കൂടുതലല്ല. അതിപ്പോൾ ഞാൻ അതായത് നേരത്തെ പറഞ്ഞു, ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ ട്രേഡ്സ് എടുത്ത് വരികയും 1:1 ഫോക്കസ് ചെയ്ത് നമുക്ക് ട്രേഡ്സ് കിട്ടും. വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലല്ല. 1:3 1:4 വെക്കുന്നവർക്കാണ് ആ റിസ്ക് വരുന്നുള്ളൂ. നമുക്ക് ഈ നമ്മുടെ മേജർ പ്ലേയേഴ്സും 2 സ്ട്രോങ് ക്രിപ്റ്റോയും വെച്ചിട്ട് ഏറ്റവും ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരു 1-2 വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഏറ്റവും നല്ല വിന്നിംഗ് റേറ്റ് ഉള്ള പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഉറപ്പായിട്ടും ഈ 2 ആൾക്കാരുണ്ട്, മദ്രാസ് ട്രേഡറും അതുപോലെ തന്നെ PR സുന്ദർ ഒരു പുള്ളിയുണ്ട്. ഇവർ രണ്ടുപേരും ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഇല്ലേ, ട്രയാങ്കിൾ പാറ്റേൺസ് മാത്രം ഫോക്കസ് ചെയ്യില്ലേ. അത് ഹയർ ടൈം ഫ്രെയിം, ചെറിയ ടൈം ഫ്രെയിം അല്ല, ഹയർ ടൈം ഫ്രെയിം മാത്രം. അവർ ഒരു രണ്ടുപേരും തമിഴന്മാരാണ്. ഒരു പുള്ളി PR സുന്ദർ ഇപ്പോൾ ഇവിടുത്തെ ടാക്സിന് ഇഷ്യൂ കാരണം പുള്ളിക്കാരൻ പുറത്തെ കൺട്രി ഗൾഫിൽ അങ്ങോട്ട് പോയിട്ട് പുള്ളി ഫോറിൻ മാർക്കറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്ക്, നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ക്ലാസ് അത്ര വൈബ് അല്ലെങ്കിലും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ കൊള്ളാം. നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പുള്ളി ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഫോറക്സിൻ്റെ ഒക്കെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇടാറുണ്ട്. ജസ്റ്റ് ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ പോസ്റ്റ് ചെയ്യും. എല്ലാവരും റെഫറൻസ് എടുക്കാറുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് കാര്യങ്ങൾ പറയാറുണ്ട്. പുള്ളി നല്ല ഏജുള്ള മനുഷ്യനാണ്. കൊള്ളാം പുള്ളി. അപ്പോൾ അവരൊക്കെ ഈ ട്രയാങ്കിൾ പാറ്റേൺസ് ഫോക്കസ് ചെയ്യുന്നത് വിന്നിംഗ് റേറ്റിൽ നോക്കാം. ഒരു സമയം കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇപ്പം ബിറ്റ്കോയിൻ, ഇത്തീരിയം മേജർ ഒരു 3-4 പേര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേരെടുത്തിട്ട് ഏതെങ്കിലും ഒരു 4 hours മാത്രം വിന്നിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഏതാ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടും. ഉറപ്പായിട്ട് 4 hours നോക്കിയാൽ ഒന്നുകൂടി ബെറ്റർ ആവും. അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ ട്രേഡിങ്ങിന്റെ പ്രീമിയം എടുത്തോ, ഒരു 1700 വരുന്നുള്ളൂ. അതെടുത്ത് നമുക്ക് ഡേറ്റ കിട്ടത്തുള്ളൂ. നമുക്ക് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലോട്ടുള്ള ഇത് മുഴുവൻ ട്രേഡിന്റെ മുഴുവൻ നമ്മള്